ഇതിൻ്റെ കുറ്റം പറയുന്ന രാഷ്ട്രീയക്കാർ പ്രശ്നമാണ്, ഇവിടുത്തെ നിയമ സംവിധാനം പ്രശ്നമാണ് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ കാണിക്കുന്നു ഇന്ത്യ വികസിത രാഷ്ട്രമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എത്ര പേര് കൊതിക്കുന്നുണ്ട് ഇന്ത്യ വികസിത രാഷ്ട്രമാകണം? കൈയുയർത്ത്. എൻ്റെ രാജ്യം വികസിത രാഷ്ട്രമാകണം. വെരി ഗുഡ്, വെരി ഗുഡ്. ഐ എം വെരി മച്ച് പ്രൗഡ് ഓഫ് യു. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ഇപ്പോൾ ചെയ്യുന്നുണ്ട്? അയ്യോ, അത് നമ്മുടെ പണിയല്ലല്ലോ. അത് പ്രധാനമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിമാരുണ്ട്, IAS-കാരുണ്ട്, പട്ടാളക്കാരുണ്ട്, അവരുടെ പണിയല്ലേ? ആണോ? സിമ്പിൾ എക്സാമ്പിൾ വരട്ടെ. നിങ്ങളുടെ പഞ്ചായത്തിൽ 4ാം സ്ഥാനത്തുള്ള വീടാണ് നിങ്ങളുടെ വീടെന്ന് വിചാരിക്കുക. മീൻസ് സാമ്പത്തികമായി വളർച്ചയിൽ എല്ലാം ക്വാളിറ്റി എല്ലാം കൊണ്ട് 4ാം സ്ഥാനത്താണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളുടെ വീട് 2ാം സ്ഥാനത്തോ 1ാം സ്ഥാനത്തോ ആക്കണം എന്നൊരു തീരുമാനം നിങ്ങളുടെ അച്ഛനും അമ്മയും കൂടെ കൂടിയെടുത്തു. ഓക്കെ, ഈ 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ എത്തിക്കാൻ ആരൊക്കെ പണിയെടുക്കണം? അച്ഛൻ മാത്രം പണിയെടുത്താൽ മതിയോ? അമ്മ മാത്രം പണിയെടുത്താൽ മതിയോ? പിന്നെ ഉറപ്പാണല്ലോ, അത് നിങ്ങളും ഉണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഈ രാജ്യത്തെ വികസിതമാക്കാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തം ഇല്ലേ? നമ്മുടേതായ റോൾ നമ്മൾ പൂർത്തീകരിക്കുന്നുണ്ടോ? അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് സിവിക് സെൻസ് എന്ന് പറയും. സിവിക് സെൻസ്. വണ്ടിയെ യാത്ര ചെയ്യുമ്പോൾ വണ്ടിക്കകത്ത് നമ്മുടെ കുറച്ച് പ്ലാസ്റ്റിക് മാലിന്യമുണ്ട്, അല്ലെങ്കിൽ ഫുഡിൻ്റെ വേസ്റ്റ് ഉണ്ട്. എന്ത് ചെയ്യണം? കവർണത്ത് വെച്ചിട്ട് അവിടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ വീട്ടിലെ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുവരണം. എത്ര പേര് ഇതുപോലെ പാലിക്കുന്നവരുണ്ട് നമ്മുടെ രാജ്യത്ത്? ഇന്ന് ഞാനും വിഘ്നേഷാണ് ഇങ്ങോട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു പ്രീമിയം കാർ ഫ്രണ്ടിൽ കൂടെ പോകുന്നു. ആ പ്രീമിയം കാറിന് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന നിങ്ങളെപ്പോലുള്ളൊരു മിടുക്കിയായ ഒരു കൊച്ചിന്നുണ്ട്. പെങ്കൊച്ച് കഴിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ കവർ സാധനം എല്ലാം വഴിയിലോട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുക. ഇതിൻ്റെ കുറ്റം പറയുന്ന രാഷ്ട്രീയക്കാർ പ്രശ്നമാണ്, ഇവിടുത്തെ നിയമ സംവിധാനം പ്രശ്നമാണ് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ കാണിക്കുന്നു. അത് ബേസിക് സിവിക് സെൻസാണ്. സോഷ്യൽ മീഡിയ ഒരാളോട് എങ്ങനെ പെരുമാറണം, എന്ത് പറയണം, ഏത് തരത്തിൽ കമൻറ്റ് ഇടണം എന്നുള്ളത് ഒരു സിവിക് സെൻസാണ്. മറ്റുള്ളവർ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് സിവിക് സെൻസാണ്. ഈ ഒരു ബേസിക് കാര്യങ്ങൾ നമ്മൾ ശരിയാക്കിയാൽ ഈ നാട് ശരിയാകത്തുള്ളൂ. സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നോ റിപ്പബ്ലിക് ഡേയുടെ അന്നോ ക്രിക്കറ്റ് കളി ജയിക്കുമ്പോഴോ മാത്രം കാണിക്കേണ്ടതല്ല ഈ രാജ്യസ്നേഹം. അത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടായിരിക്കണം. നമ്മൾ ഓരോരുത്തരും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ രാജ്യം 2047 മുമ്പ് തന്നെ ഡെവലപ്പ് നേഷനാവും.